സർ, ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കഴിഞ്ഞ ദിവസം പൂനെയിൽ വെച്ച് നടന്ന ഒരു അവാർഡ് ദാന ചടങ്ങ്, ലോകമാന്യ തിലക അവാർഡ് ദാന ചടങ്ങിൽ അവാർഡ് സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുണ്ടായി. ഇന്ത്യയുടെ ദേശീയ സുരക്ഷ എന്ന് പറയുന്നത് സൈന്യത്തിൻ്റെയോ സർക്കാരിൻ്റെയോ മാത്രം ഉത്തരവാദിത്വമല്ല, ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്വമാണ് എന്ന്. അപ്പം അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് സാർ ഈ അജിത് ഡോവലിൻ്റെ പുതിയ കാര്യങ്ങൾ? അദ്ദേഹം എന്തൊക്കെയാണ് ഇന്ത്യയുടെ വികസനം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞത് അദ്ദേഹം. അല്ലെ, അദ്ദേഹം പറഞ്ഞതിനകത്ത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു വലിയ ജിയോ പൊളിറ്റിക്സിലെ ഒരു വലിയ സാഹചര്യം ഇന്ത്യക്ക് അനുകൂലമായിട്ട് ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. അതായത് ഇപ്പോഴത്തെ ഒരു എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഡെവലപ്മെൻറ്റ്സിലേക്ക് കുതിക്കാൻ തുടങ്ങുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ കുതിപ്പ് തുടർന്നാൽ ഇന്ത്യ ലോകത്തിൻ്റെ നെറുകയിലെത്തും. അപ്പം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികളെന്ന് പറഞ്ഞാൽ യുവാക്കളാണ്. മറ്റ് പലരും നല്ല പട്ടാളവും പ്രതിരോധ സംവിധാനവും മറ്റു പലതും ഉള്ളതിൻ്റെ കൂടെ ഈ യുവാക്കളെ പ്രത്യേകിച്ച് പറയാൻ എനിക്ക് തോന്നുന്ന കാരണം എന്ന് പറഞ്ഞാൽ യുവാക്കളെ ഉപയോഗിച്ചായിരിക്കുമല്ലോ രാജ്യത്തിൻ്റെ ഗതി പുരോഗതിയിലേക്കും അധോഗതിയിലേക്കും നിയന്ത്രിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികളെയും യുവാക്കളെയും രാജ്യവിരുദ്ധ ശക്തികളും ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. അവർ ഇറങ്ങി ഒരാശയം പറഞ്ഞാൽ ആ ആശയത്തോട് എല്ലാ യുവാക്കളും അറിയാതെയോ അറിഞ്ഞോ യോജിച്ചു പോയാൽ ആ ആശയം ശരിയല്ല, ആ ആശയത്തിൽ കൂടി ഉയരുന്ന മുദ്രാവാക്യം ഇന്ത്യക്ക് ദോഷം ചെയ്യുന്നതാണെങ്കിൽ ഇന്ത്യ വീണുപോകും. അതേസമയം തിരിച്ചാണെങ്കിൽ ഇന്ത്യ ലോകത്തിൻ്റെ നെറുകയിലെത്തും. ആ രീതിയിലേക്കുള്ള ഒരു വർത്തമാനമാണ് ഇതിപ്പം ഈ അവാർഡ് ദാന ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി നടത്തിയത്. അപ്പോൾ ഇതിപ്പം ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം സ്വാതന്ത്ര്യസമര കാലത്തെ ലോകമാന്യ തിലകന്റെ മുദ്രാവാക്യം പുള്ളിയുടെ സംസാരത്തിൽ കൂടി പറഞ്ഞത് ഇന്ത്യയെ ശക്തവും വികസിതമാക്കാൻ എൻ്റെ ജന്മം ഞാൻ ഉപയോഗിക്കും. ലോകമാന്യ തിലകന്റെ ആശയത്തോട് പുള്ളി ആശയത്തോട് അനുകൂലിച്ചുകൊണ്ട് ഡോവൽ തീരുമാനം എടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. മനസ്സിലായി? സ്വാതന്ത്ര്യം എന്നാൽ എന്തും ചെയ്യാനുള്ള അവകാശമൊന്നുമല്ല. ഡോവൽ പ്രധാനമായിട്ട് പറഞ്ഞു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാനുള്ള അവകാശമല്ല. നമുക്ക് സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് മറ്റു പലരുടെയും സ്വാതന്ത്ര്യം ഹനിക്കുന്നത് മറ്റു പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമായിട്ടുള്ള രീതിയിലേക്ക് ആണ് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ വേഗത്തിലുള്ള വളർച്ച നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിനകത്ത് ഇന്ത്യയുടെ വളർച്ചയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ വളർച്ചയ്ക്കകത്ത് ആശങ്കപ്പെടുന്ന, അതായത് ഏഷ്യയിൽ വളർച്ചയ്ക്കകത്ത് ഏഷ്യയിൽ ഇന്ത്യയിൽ ഒന്നാമതായാൽ അത് എല്ലാ രീതിയിലും ഒന്നാമതായാലും ആശങ്കപ്പെടുന്ന ഏഷ്യയെ നിയന്ത്രിക്കാൻ ഏഷ്യയിൽ ഇന്ത്യയിൽ ലോകത്തിൽ ഒന്നാമത്തെ രാജ്യമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യം ചൈനയ്ക്ക് ഇത് വലിയ പ്രശ്നമാണ് ഇന്ത്യയുടെ വളർച്ച. പിന്നെ പാകിസ്ഥാനുണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്. അതൊക്കെ നമ്മൾ പറയുന്നത് ശത്രുക്കളെ തീരുമാനിക്കുമ്പോൾ പോലും നമുക്ക് യോഗ്യമായിട്ടുള്ള ശത്രുക്കളെ വേണമെന്ന് തീരുമാനിക്കുന്ന പാകിസ്ഥാനും ബംഗ്ലാദേശിനെയും ഒന്നും പറയാനത്. അപ്പോൾ അതുപോലെ തന്നെ ആശങ്കപ്പെടുന്ന രാജ്യമാണ് അമേരിക്ക. അമേരിക്കയ്ക്ക് ലോകത്ത് ഒരു രാജ്യവും അതിനപ്പുറം പോകുന്ന ഇഷ്ടമല്ലല്ലോ. ലോകത്തെ നമ്പർ 1 രാജ്യവും ആ ലോകത്തെ മൊത്തം നിയന്ത്രിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സിസ്റ്റം അത്തരത്തിലുള്ള രാജ്യം, അവരുടെ കീഴിൽ അവർ പറയുന്ന ആശയത്തിനും അവരുടെ താല്പര്യത്തിനും അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ലോകക്രമത്തെയാണല്ലോ അവർ സൃഷ്ടിക്കുന്നത്. ആ ലോകക്രമത്തിന് അപ്പുറമുള്ള റഷ്യയും ആ ലോകരാജ്യങ്ങളെയൊക്കെയാണല്ലോ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനകത്ത് ആ ലോകക്രമത്തിനകത്ത് അവരെ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമല്ലാതെയായിട്ടുണ്ട് ഇന്ത്യ. അവർ പലതും പറയുമ്പോൾ അതല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ അഭിപ്രായമുണ്ട്, ഞങ്ങളുടേതായ താല്പര്യങ്ങളുണ്ട്, ആ താല്പര്യങ്ങൾ സംരക്ഷിച്ചു പോകാമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കേൾക്കാം. താരിഫിന്റെ കാര്യത്തിലും റഷ്യയിൽ നിന്ന് മേടിക്കുന്ന കാര്യത്തിലും അല്ലെങ്കിൽ നമ്മൾ പാകിസ്ഥാനുള്ള നിലപാടിന്റെ കാര്യത്തിലും തുർക്കിയോടുള്ള നിലപാടിന്റെ കാര്യത്തിലും മറ്റ് പല ഇറാനോടുള്ള നിലപാടിന്റെ കാര്യത്തിലും എന്നാൽ ഇസ്രായേലിനോടുള്ള, അതായത് ഇന്ത്യക്ക് ഇന്ത്യയുടെ താല്പര്യമുണ്ട്, അതനുസരിച്ച് നീങ്ങാൻ പറ്റും. അപ്പൊ അതൊരിക്കലും അമേരിക്കയ്ക്ക് ഇപ്പം തീർത്തും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? സായിപ്പന്മാരുടെ രാജ്യത്തിനകത്ത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണല്ലോ ഒരു പ്രാവശ്യം റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്നതിനകത്ത് നാറ്റോയും യൂറോപ്യൻ രാജ്യങ്ങളും ഇടപെടുന്ന ഒരു അവസ്ഥ വന്നപ്പം പ്രധാനമന്ത്രി ജയശങ്കർ പറഞ്ഞു, ലോകത്തിലെ നിങ്ങളുടെ കാര്യങ്ങൾ മൊത്തം ലോകകാര്യങ്ങളായിട്ട് എല്ലാവരും ചർച്ച ചെയ്യണം. ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ലാതെ വരുന്നൊരവസ്ഥയുണ്ടല്ലോ, അതൊന്നും അംഗീകരിച്ചു തരാൻ പറ്റത്തില്ല. അതായത് നിങ്ങളുടെ കാര്യങ്ങൾ ലോകകാര്യങ്ങളായിട്ട് എല്ലാവരും ചർച്ച ചെയ്യണം, അല്ലെങ്കിൽ ലോകകാര്യങ്ങളായിട്ട് കരുതണം. നിങ്ങളുടെ ഏതെങ്കിലും രാജ്യത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങളെ ബാധിക്കാത്ത, അല്ലെങ്കിൽ നിങ്ങളെ ബാധിക്കുന്നില്ലെങ്കിൽ അതൊരു വിഷയമല്ലാത്തൊരു മനോഭാവമൊന്നും അംഗീകരിച്ചു തരാൻ പറ്റുന്ന ഒരു രീതിയൊന്നുമില്ല. അത് ഞങ്ങളുടെ രീതിയല്ല, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഇത് യൂറോപ്യൻ രാജ്യങ്ങളോട് ഇതുവരെ ഒരു ഇന്ത്യയുടെ ഒരു പ്രതിനിധിയും ഒരു വിദേശകാര്യമന്ത്രിയും ഒരു പ്രധാനമന്ത്രിയും പറഞ്ഞിട്ടില്ല. അത് പ്രധാനമന്ത്രിയല്ല പറഞ്ഞ്, ആരാ പറഞ്ഞേ? ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയാ പറഞ്ഞത്. അപ്പൊ ജയശങ്കർ അതൊരു ചർച്ച ചെയ്താ. അപ്പൊ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നമ്മളെ ഇഷ്ടമല്ല, തുർക്കിക്ക് നമ്മളെ ഇഷ്ടമാണ്.
അപ്പൊ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലോകത്ത് എങ്ങനെയൊക്കെ നമ്മളെ ഇകഴ്ത്തി കാണിക്കാം ആ രീതിയിലൊക്കെ എല്ലാം ഇകഴ്ത്തി കാണിക്കുന്നുണ്ട്. അതിന്റെ ഉദാഹരണമുണ്ട്, സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് ലോകത്തിനകത്ത്. ഏറ്റവും കൂടുതൽ സമാധാനം കാംക്ഷിക്കുന്ന രാജ്യങ്ങൾ പാകിസ്ഥാന്റെ പുറയിലായിരിക്കും നമ്മൾ. നോക്കിയാൽ മതി, നിങ്ങൾ നോക്കിയാൽ മതി. ഏറ്റവും കൂടുതൽ പട്ടിണിയുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഇതൊക്കെ എടുത്തു വെച്ചാൽ ഇവിടെ ഓരോരുത്തന്മാർ കണ്ടോ ഇന്ത്യ പട്ടിണി കിടക്കുന്നത് 102ാമത്തെ സ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ കുറെ അല്ലെങ്കിൽ പറയുന്നില്ല, ആരെന്ന് പറയുന്നില്ല, കുറെ ആൾക്കാർ പ്രചരിപ്പിക്കും. ബംഗ്ലാദേശിനും പിറകിൽ, ബംഗ്ലാദേശ് അറിയാമല്ലോ എങ്ങനെ ജീവിക്കുന്ന പോലെ വരുന്നില്ല, അതിന് പിറകിൽ നമ്മുടെ വരും എന്ന് വെച്ചാൽ ഇത് അമേരിക്കയും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരെ ബേസ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ കുറെ ഏജൻസികൾ അതിന്റെ പുറകെ കിടക്കുന്നു. അതുപോലെ നമ്മൾ കണ്ടില്ലേ ഹിൻഡൻബർഗിന്റെ ഒരു പരിപാടി, ലോകത്തെ നമ്പർ 1 കോടീശ്വരന്മാരുടെ ലിസ്റ്റിലേക്ക് അദാനി എന്ന് പറയുന്ന മനുഷ്യൻ വരാനുള്ള സാധ്യത 2 കൊല്ലത്തിനപ്പുറം പോകത്തില്ലെന്ന് ലോകബാങ്ക് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞപ്പോൾ ഹിൻഡൻബർഗ് എന്ന് പറഞ്ഞ ഒരു ബിസിനസ് ഓപ്പറേറ്റ് ഇപ്പം അവൻ പൂട്ടിക്കെട്ടി എന്നേ പോയി. ഓർമ്മയുണ്ടോ? ലോകത്തെ ഏതൊക്കെ കമ്പനികളാണ് വലുത്, ചെറുത്, നാളെ കാലത്തെ വളരുന്നത്, ചെറുതെന്ന് അല്ലെങ്കിൽ അന്ന് അദാനിയുടെ എല്ലാം ഫേക്ക് കമ്പനിയാണ്, നിർമ്മിത കമ്പനിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്ത വന്നു. അല്ലെങ്കിൽ പേപ്പർ കമ്പനികളാണെന്ന് പറഞ്ഞു. അയാളുടെ മൊത്തവും താഴെ പോയില്ലേ? താഴെ പോയിട്ട് അതിനനുസരിച്ച് നമ്മുടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഇറങ്ങിയത് എന്നുവെച്ചാൽ നശിപ്പിക്കാൻ. ഇന്ത്യയിൽ ഒരു വലിയ വ്യവസായിയെ, ലോകത്തിലെ നമ്പർ 1 വ്യവസായി ആകാൻ പോയ സമയത്ത് ഇതുപോലെ അവരുടെ അല്ലെങ്കിൽ ബിസിനസ് ഒന്നാമത് നിൽക്കുന്ന, രണ്ടാമത് നിൽക്കുന്ന, അല്ലെങ്കിൽ അവൻ ഒന്നുമില്ലായിരുന്നു, അവന്റെ പണിയാണിത്. മനസ്സിലായില്ലേ? അവൻ എന്നിട്ട് ഈ ഷെയർ നശിപ്പിച്ചിട്ട് അതിനകത്തുനിന്ന് ഷെയർ നശിപ്പിച്ചു കൊടുത്തതിന് ബാക്കി അവനെ ഏൽപ്പിച്ചവരുടെ ഇത് കാശ് മേടിക്കുക, എന്നിട്ട് ഈ നശിച്ച കമ്പനിയുടെ ഷെയർ മേടിച്ചു വെക്കുക, അത് കൂടുമ്പം അവൻ വിൽക്കുക. ഇതൊക്കെയാണ് അവന്റെ ബിസിനസ്. അവന്റെ കൂടെ നിൽക്കുമായിരുന്നു ഇവിടെ. അപ്പം അതേപോലുള്ള കമ്പനികൾ, അതുപോലെ നമ്മുടെ ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധങ്ങൾ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ അറ്റത്തുള്ള അപ്പൊ ആയുധ വ്യാപാരികളുണ്ടല്ലോ, അവർ നമ്മൾക്കെതിരാണ്. അപ്പൊ ഇന്ത്യ ഇതേ രീതിയിലുള്ള പുരോഗതിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യയെ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം ശ്രമിക്കുന്നു. അതാണ് ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ കെയർ ഓഫിലാണ് ഈ പറയുന്ന ഇന്ത്യ എത്രാമതാണ് നിൽക്കുന്നത്, ഇന്ത്യയിൽ പട്ടിണി ഉണ്ടോ, ഇന്ത്യയിൽ അതുപോലെ ഈ നാളെ കാലത്ത് ബിസിനസ്സുകാർ വരാതിരിക്കുന്നതിന് വേണ്ടി ഇവിടെ നമ്മൾ കണ്ടിട്ടില്ലേ വർഗീയ കലാപങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഇങ്ങനത്തെയൊക്കെയുള്ള റിപ്പോർട്ടുകൾ. അപ്പം വർഗീയ കലാപങ്ങളും പ്രശ്നങ്ങൾ ഉണ്ടാവാനും അല്ലെങ്കിൽ മറ്റു പലതും ഉണ്ടാവാൻ ആരെങ്കിലും കൊണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യും. അതുപോലെ ഉദാരമായിട്ടുള്ള സമീപനം ചൈനയോട് കാണിച്ചുകൊണ്ടാണ് ചൈന ലോകത്തിലെ നമ്പർ 2 ആയിട്ട് വരുന്നത്, നാളെ കാലത്തെ അമേരിക്കയെ മറികടക്കാൻ നിൽക്കുന്നതും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സങ്കല്പം ഇപ്പം അമേരിക്ക ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളെ താരിഫിന്റെ വിഷയത്തിൽ മറ്റു പല വിഷയത്തിലുമൊക്കെ നമ്മളൊക്കെ അതുപോലെ ഇതുപോലെ ഈ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായിട്ടുള്ള ജോർജ് സോറോസ് പോലെയുള്ളവർ കണ്ടിട്ടില്ലേ, പൈസ മുടക്കി ഇന്ത്യക്ക് എടുത്തുന്നതിന് വേണ്ടി അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഇന്ത്യക്കകത്തെ ഫണ്ടും അല്ലെങ്കിൽ ബിസിനസ്സും മറ്റു പല കാര്യങ്ങളും നമ്മുടെ ഇപ്പം ഇന്ന കാര്യങ്ങൾ ഇന്ത്യ തീരുമാനിപ്പിക്കുന്നതിന് വേണ്ടി. അപ്പൊ ഇങ്ങനെ പല മേഖലയിലും ഉള്ള ഒരു അല്ലെങ്കിൽ കടന്നുകയറ്റം നശിപ്പിക്കുന്നതിന് വേണ്ടി നിൽപ്പുണ്ട്. ആ സമയത്ത് ഇന്ത്യ ഇതിനെയെല്ലാം മറികടന്ന് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം അതിനകത്ത് അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. അതുകൊണ്ടാണ് ഡോവൽ പറയുന്നു അല്ലെങ്കിൽ നമ്മുടെ ജയശങ്കർ പറയുന്നു ഈ രീതിയിലേക്കുള്ള ഒരു തോന്നുന്നു. ഇത് നേരത്തെ ഡോവൽ ഇതുപോലെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഡോവൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സൂക്ഷ്മമായിട്ട് ഒരുപക്ഷെ ലോകകാര്യങ്ങളും ഇന്ത്യക്കകത്തെ കാര്യങ്ങളും സൂക്ഷ്മമായിട്ട് പഠിച്ച് അവതരിപ്പിക്കുകയും അദ്ദേഹം പറയുന്നതനുസരിച്ച് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഉപദേശം പോലും വേണ്ട വിധത്തിൽ ആവശ്യമുള്ള സമയത്ത് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രധാനമന്ത്രി, ഒരു സിസ്റ്റവും ഒക്കെയാണ് നമ്മൾക്കുള്ളത്. അപ്പം അത് ഇപ്പം പറഞ്ഞിരിക്കുന്നതിനകത്ത് അത് എത്ര കാഴ്ചപ്പാടോടുകൂടി ഇന്ത്യ കണ്ടിട്ടുണ്ടെന്നുള്ളതിനകത്താണ് മനസ്സിലാകുന്നത്. ഇന്ത്യയുടെ പുരോഗതിയെ തടയാൻ പറ്റാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ തടയാൻ വേണ്ടിയുള്ള ശ്രമം ഈ പറയുന്ന മേഖലകളിൽ നിന്നൊക്കെ നടക്കും. അപ്പോൾ ഇതിനകത്ത് ചെറുപ്പക്കാർ, എല്ലാ സിസ്റ്റത്തിൻ്റെ കൂടെ ഇവിടുത്തെ ജനം, അതിനകത്ത് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഉണ്ടാവണം എന്നുള്ള രീതിയിലേക്കുള്ളൊരു വർത്തമാനമാണ്. മൊത്തത്തിൽ തകർക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന ഒരവസ്ഥയിൽ പോലും ഇന്ത്യയെ തടയാൻ പറ്റാത്ത ഒരു കുതിപ്പിലേക്ക് വരുന്നതാണ്. ഈ കുതിപ്പ് അനുവദിച്ചാൽ പിന്നെ ഇന്ത്യ ആർക്കും തടുക്കാൻ പറ്റത്തില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.